നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PM ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പിട്ടത് വഴി CPIയുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വന്ന CPM ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നു. CPIയുടെ കടുത്ത എതിർപ്പ് ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തിയതോടെയാണ് CPM കടുംപിടുത്തം വിടാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെ നടന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ നേരിട്ട് വിളിച്ചതോടെയാണ് അനുനയ നീക്കം സജീവമായത്. ഇതിനു പിന്നാലെ ആലപ്പുഴയിൽ ചേർന്ന CPI നേതൃയോഗം മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നും തീരുമാനിച്ചു. ഇടതുമുന്നണിയിൽ വിജയം സജീവമായി ചർച്ച ചെയ്യാൻ CPM സമ്മതിച്ചിട്ടുണ്ട്. അതുവരെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥതല ഫയൽ നീക്കങ്ങളെല്ലാം നിർത്തിവെക്കുകയോ സാവധാനമോ ആക്കാൻ നിർദ്ദേശിക്കും. പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക തൽക്കാലം കേന്ദ്രത്തിന് കൈമാറില്ല. വൈകുന്നേരം മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ ഘടകകക്ഷികളോട് ആലോചിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതോടെയാണ് ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. CPM പ്രതീക്ഷിച്ചതിന് അപ്പുറമുള്ള കടുത്ത നിലപാടിലേക്കാണ് CPI നീങ്ങിയത്. മന്ത്രിസഭയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ CPM എടുത്തുചാടി ധാരണാപത്രം ഒപ്പിട്ടതാണ് CPIയെ പ്രകോപിപ്പിച്ചത്. ഇത്രയും കാലം പരസ്യമായി PM ശ്രീ പദ്ധതിയെയും ദേശീയ വിദ്യാഭ്യാസ നയത്തെയും വിമർശിച്ചിട്ട് മലക്കം മറിഞ്ഞതിലുള്ള വിമർശനം CPIനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നത് പ്രകാരം 2024 മാർച്ചിൽ തന്നെ PM ശ്രീയെക്കുറിച്ച് സംസ്ഥാനവുമായി ധാരണയിൽ എത്തിയിരുന്നുവെന്നാണ്. എന്നാൽ കഴിഞ്ഞ മെയ്യിൽ ഡൽഹിയിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് PM ശ്രീ പദ്ധതി സംബന്ധിച്ച് സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അകത്തെ ധാരണ പുറത്തു പറയാതെ വിദ്യാഭ്യാസ മന്ത്രി ഒളിച്ചു കളിച്ചതാണോ എന്നാണ് ഘടകകക്ഷികളുടെ സംശയം. 2020 മുതൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കടുത്ത പ്രതിരോധമുയർത്തിയ CPM ഒരു സുപ്രഭാതത്തിൽ മലക്കം മറിഞ്ഞത് ഇടത് കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിച്ചിരുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് സാംസ്കാരിക നായകർ കഴിഞ്ഞ ദിവസം സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. കടുത്ത പ്രതിഷേധം വഴി CPMനെ PM ശ്രീയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് CPIക്ക് വലിയ രാഷ്ട്രീയ വിജയമായിരിക്കും. സമീപകാലത്തെ തീരുമാനങ്ങളിലും നടപടികളിലും CPI അടക്കമുള്ള ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയുള്ള സമീപനമായിരുന്നു CPMന്റേതെന്നാണ് ആരോപണം. നയവിഷയങ്ങൾ പോലും LDFൽ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ സംവിധാനത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യമാണ് CPI ഉയർത്തിയത്. വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് CPM തീരുമാനമെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കാൻ പോലും മടിക്കില്ലെന്ന സൂചന CPI വൃത്തങ്ങൾ മുന്നോട്ട് വെച്ചതോടെയാണ് CPM അനുനയ ചർച്ചയുമായി ഇറങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻപിൽ നിൽക്കവെ ഇടതുമുന്നണിയിൽ വിള്ളലുണ്ടായാൽ അത് കനത്ത തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവും CPMനെ പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിച്ചു. അതേസമയം PM ശ്രീ തൽക്കാലം നടപ്പാകാതെ മെല്ലപ്പോക്ക് തുടരുമെന്നും LDFൽ ചർച്ച ചെയ്യുമെന്നുമുള്ള CPM തീരുമാനം ആത്മാർത്ഥതയുള്ളതാണോ അതോ മറ്റൊരു തന്ത്രമാണോ എന്ന ആശയക്കുഴപ്പം CPIയിൽ സജീവമാണ്. കാരണം പരസ്യമായി PM ശ്രീയെ എതിർക്കുകയും രഹസ്യമായി ഒപ്പിടുകയും ചെയ്തവരെ എങ്ങനെ വിശ്വാസത്തിലെടുക്കുമെന്നതാണ് അവരെ അലട്ടുന്ന വിഷയം. ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞ വിഷയത്തിൽ ഇനി എന്ത് പരിഹാരമാണ് മുന്നിലുള്ളതെന്നാണ് പ്രധാന ചോദ്യം. ധാരണയിൽ നിന്ന് പിന്മാറണമെന്ന CPI ആവശ്യം എത്രത്തോളം നടപ്പാകുമെന്നാണ് ഇനി അറിയാനുള്ളത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചനയില്ലാത്ത ഇടപെടലുകൾ സർക്കാരിന് ബാധ്യതയാകുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി PM ശ്രീ വിവാദം. സമീപകാലത്ത് സർക്കാരിനെതിരെ പ്രതിഷേധമുയർന്ന പല സംഭവങ്ങളിലും പ്രതിക്കൂട്ടിൽ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനകൾ പാർട്ടിക്ക് തന്നെ കടുത്ത ക്ഷീണമുണ്ടാക്കി. PM ശ്രീക്ക് എന്താണ് കുഴപ്പമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. താൻ നിലപാട് മാറ്റിയെന്ന് പറയാനും മടിച്ചില്ല. മുൻപ് പറഞ്ഞിരുന്ന പല നിലപാടുകൾക്കും ഘടകവിരുദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. ഭിന്നശേഷി നിയമനത്തിന്റെ പേരിൽ അധ്യാപക നിയമനം തടഞ്ഞുവെച്ചതിലും പ്രതിക്കൂട്ടിൽ വിദ്യാഭ്യാസ വകുപ്പായിരുന്നു. ശിവൻകുട്ടി പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞതും ജാതിമത വിഷയമായി അതിനെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചതും കല്ലുകടിയായി. തുടർന്ന് അദ്ദേഹം തന്നെ മതമേലധ്യക്ഷന്മാരെ കണ്ട് പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധത അറിയിച്ചു. എന്നാൽ NSSന് നൽകിയതുപോലെ മറ്റുള്ളവർക്കും നിയമനം നൽകി ഉത്തരവിറക്കാൻ തയ്യാറാകാതെ കോടതിയെ അറിയിക്കുമെന്ന അഴകുഴമ്പൻ നിലപാടാണ് സ്വീകരിച്ചത്. പ്രശ്നം നീട്ടിക്കൊണ്ടു പോകാനുള്ള മന്ത്രിയുടെ തന്ത്രമാണിതെന്നാണ് അധ്യാപകരുടെ വിമർശനം. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഏതാണ്ട് കെട്ടടങ്ങിയപ്പോൾ വിവാദ പ്രസ്താവനകളുമായി അതിനെ വീണ്ടും കലുഷിതമാക്കിയത് വിദ്യാഭ്യാസ വകുപ്പാണെന്ന വ്യാപക വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ കോടതിയെ സമീപിച്ചതോടെ തങ്ങൾ കൂടുതൽ നടപടികൾക്കില്ലെന്നറിയിച്ച് തടി തപ്പി. മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാവശ്യ ഇടപെടലുകളും അഭിപ്രായങ്ങളും വഴിതെളിച്ചതെന്നായിരുന്നു ആരോപണം. തെരുവുനായ ആക്രമണ വിഷയത്തിൽ കടുത്ത നിലപാടുമായി സുപ്രീം കോടതി. വിഷയത്തിൽ 2 മാസം മുൻപ് നൽകിയ നോട്ടീസിന് 2 സംസ്ഥാനങ്ങളും ഡൽഹി കോർപ്പറേഷനും മാത്രമാണ് മറുപടി സമർപ്പിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഇടിയുന്നതിന് കാരണമായി തെരുവുനായ ശല്യം മാറി. എന്നിട്ടും കേന്ദ്രമടക്കം മറുപടി നൽകിയിട്ടില്ല. വിഷയത്തിൽ ഡൽഹി ചീഫ് സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിച്ച കോടതി എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും ഹാജരാകാൻ നിർദ്ദേശം നൽകി. ഇതിനായി കോടതി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. സംസ്ഥാനത്ത് റെക്കോർഡ് കുതിപ്പിന്
ഒപ്പിക്കലിനും ചാഞ്ചാട്ടത്തിനും ശേഷം സ്വർണ്ണവില താഴേക്ക്. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില ഗ്രാമിന് 11,410 രൂപയിലും പവന് 91,280 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. മൊന്ത ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച രാവിലെയോടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച രാത്രിയോടെ കരതൊടും. ആന്ധ്ര സർക്കാർ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കി. ശ്രീകാകുളം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. 23 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. PM ശ്രീ വിവാദങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്കൂളുകളെ മികവുറ്റ കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ്. 5 വർഷം അത് നടപ്പാക്കിയില്ല. ഒടുവിൽ ഒപ്പുവെച്ചിട്ട് CPM CPI പരസ്പരം പഴിചാരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.